ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് വളരെ മോശം പ്രകടനമാണ് ഇന്ത്യൻ ദേശീയ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 142-ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗായ ISL ഇത്തവണ നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുകളും ഇല്ല. എല്ലാ ക്ലബ്ബുകളും പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു ISL ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോഡിക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് മോദിക്ക് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിനെയും ISLനെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അടിയന്തരമായി ഇടപെടണം എന്നാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന്റെ പ്രസിഡന്റായ മുരളി ലാൽ ലോഹിയയാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത്. ഈ കത്തിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഇന്ത്യൻ ഫുട്ബോൾ പ്രതിസന്ധിയിലാണെന്നും എല്ലാ തലത്തിലും ഇന്ത്യൻ ഫുട്ബോൾ മോശമായി കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അടിയന്തരമായി കൊണ്ട് ഇടപെടണം എന്നുമാണ് നരേന്ദ്രമോദിയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1951, 1962 എന്നീ വർഷങ്ങളിൽ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡും 1970 ബ്രോൺസ് മെഡലും നേടിയ ടീം ഇന്ത്യ ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലാണ് ഉള്ളതെന്നും 142-ാം സ്ഥാനത്താണ് ഉള്ളതെന്നും അദ്ദേഹം ഇപ്പോൾ മോദിയോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടാതെ ISL പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആ ഒരു കത്തിന്റെ ചുരുക്ക രൂപമായിക്കൊണ്ട് വരുന്നത്. എന്നാൽ നരേന്ദ്രമോദി ഇതിൽ ഇടപെടുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഇപ്പോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. കല്യാൺ ചൗബയുടെയും സംഘത്തിന്റെയും ഒരു മോശം ഭരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.